15-ാം വയസ്സിൽ വീട് വീടായി പാഴ്സലുകൾ എത്തിച്ചിരുന്ന ഒരു ഡെലിവറി ബോയ്. ഇന്ന് ലോകത്ത് 250 കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൻ്റെ ആഗോള തലവൻ. ഇതൊരു സിനിമാ കഥയല്ല, ഒരു ഇന്ത്യക്കാരൻ്റെ യഥാർത്ഥ ജീവിതമാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്ന ഈ കഥയിലെ നായകൻ കുനാൽ ഷാ. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. മുംബൈ നഗരത്തിലെ ഒരു സാധാരണ കുടുംബനാഥൻ്റെ ബിസിനസ് പരാജയം മൂലം ആ കുടുംബത്തിന് വലിയ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. വീട്ടിലെ സാഹചര്യം മോശമായതോടെ 15-ാം വയസ്സിൽ തന്നെ കുനാൽ ഷായ്ക്ക് പഠനത്തോടൊപ്പം ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. രാവിലെ സ്കൂളിലെ ക്ലാസ്, വൈകിട്ട് ജോലി, അതായിരുന്നു ജീവിതം. ആദ്യം ഡെലിവറി ബോയ് ആയി വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു. ഡാറ്റ എൻട്രി ജോലി ചെയ്തു, സൈബർ കഫേ നടത്തി, കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ എടുത്തു, മെഹന്തി കോൺ വരെ വിറ്റു. കിട്ടുന്ന ജോലിയൊന്നും ചെറുതാണെന്ന് അദ്ദേഹം കരുതിയില്ല. കാരണം ആ സമയത്ത് ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: കുടുംബത്തെ സഹായിക്കുക. 16-ാം വയസ്സായപ്പോഴേക്കും സ്വന്തം ചെലവുകൾ സ്വയം വഹിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നു. എന്നാൽ ഈ ചെറിയ ജോലികൾ അദ്ദേഹത്തിന് നൽകിയത് ശമ്പളം മാത്രമല്ല, മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവും വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന തിരിച്ചറിവും പ്രശ്നങ്ങളെ അവസരമാക്കി മാറ്റാനുള്ള ആത്മവിശ്വാസവുമായിരുന്നു. മുംബൈയിലെ വിൽസൺ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടി. ശ്രദ്ധിക്കണം, എഞ്ചിനീയറിംഗ് അല്ല, MBA അല്ല, IIT IIM പശ്ചാത്തലവുമില്ല. പക്ഷേ ഒന്നുണ്ടായിരുന്നു: ആകാശത്തിൻ്റെ അതിരുകളും ഭേദിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനസ്സ്. കുനാൽ ഷാ പിൽക്കാലത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്: ഡിഗ്രികൾ നിങ്ങളെ ജോലിക്ക് യോഗ്യനാക്കും, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശീലം നിങ്ങളെ ഒരു സംരംഭകനാക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും. 2010-ൽ സന്ദീപ് ടാണ്ടനോട് ചേർന്ന് ഫ്രീചാർജ് എന്ന ആദ്യ സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചാണ് ബിസിനസ്സിലെ തുടക്കം. ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അത്ര ജനപ്രിയമായിരുന്നില്ല അക്കാലത്ത്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതിനൊപ്പം ഓഫറുകളും റിവാർഡ്സും നൽകുന്ന ഫ്രീചാർജിൻ്റെ ബിസിനസ് മോഡൽ വളരെ വേഗം ജനപ്രീതി നേടി. 5 വർഷത്തിനുള്ളിൽ ഫ്രീചാർജ് ഇന്ത്യയിലെ വലിയ ഫിൻടെക് ബ്രാൻഡുകളിലൊന്നായി വളർന്നു. 2015-ൽ ഏകദേശം $400 മില്യൺ, അതായത് അന്നത്തെ മൂല്യത്തിൽ 2500 കോടിയിലധികം രൂപയ്ക്ക് സ്നാപ്ഡീൽ ഫ്രീചാർജിനെ ഏറ്റെടുത്തു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നായിരുന്നു അത്. ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു തുക പലരും അവിടെ നിർത്തിയേനെ. സുഖമായി തലവേദനകളില്ലാതെ ശിഷ്ടകാലം കഴിച്ചേനെ. പക്ഷേ കുനാൽ ഷാ അവിടെ നിന്നാണ് വീണ്ടും തുടങ്ങിയത്. 2018-ൽ അദ്ദേഹം മറ്റൊരു വിപ്ലവകരമായ സ്റ്റാർട്ടപ്പ് സ്ഥാപിക്കുന്നു: ക്രെഡ്. ആശയം പഴയത് തന്നെ: ഉപഭോക്താക്കൾക്ക് റിവാർഡ് ലഭിക്കുന്ന സേവനങ്ങൾ. കൃത്യസമയത്ത് ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുന്നവർക്ക് റിവാർഡ് നൽകുക എന്നതായിരുന്നു ക്രെഡിൻ്റെ ബിസിനസ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു ആശയം. പലരും ചോദിച്ചു, ഇതിലെന്ത് ബിസിനസ്, എന്താണ് നേട്ടം? പക്ഷേ കുനാൽ ഷാ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു: നല്ല സാമ്പത്തിക ശീലങ്ങളുള്ള ഉപഭോക്താക്കൾക്ക് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സേവനങ്ങൾ നൽകാൻ കഴിയുമെന്നത്. ആ ചിന്ത വിജയം കാണുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ഫിൻടെക് സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ക്രെഡ്. ഇന്ന് 1.7 കോടി ഉപഭോക്താക്കളാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. വായ്പകൾ, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലേക്കും ക്രെഡ് കടന്നു വന്നു. 45,000 കോടി രൂപയിലേക്ക് ക്രെഡിൻ്റെ വിപണി മൂല്യവും ഉയർന്നു. ഇതോടൊപ്പം മറ്റൊരു മേഖലയിലും കുനാൽ ഷാ പ്രശസ്തനായി: മോട്ടിവേഷണൽ സ്പീച്ചുകൾ. സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച ചിന്തകൾ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമായി. പണം എങ്ങനെ സമ്പാദിക്കാം എന്നതിലുപരി ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഒരു സംരംഭകൻ ചിന്തിക്കേണ്ടതെന്ന് അദ്ദേഹം നിരന്തരം പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ അധ്യായം തുറന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റ കുനാൽ ഷായെ വാട്സാപ്പിൻ്റെ ആഗോള മേധാവിയായി നിയമിച്ചിരിക്കുന്നു. ലോകത്ത് 250 കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഭാവി വികസനത്തിന് ഇനി നേതൃത്വം നൽകുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. കുനാൽ കടന്നിരിക്കുന്ന ആ ലീഗ് ഒന്ന് നോക്കൂ. ആൽഫബറ്റിൻ്റെയും ഗൂഗിളിൻ്റെയും CEO സുന്ദർ പിച്ചായ്, മൈക്രോസോഫ്റ്റ് ചെയർമാൻ സത്യ നദല്ല, അഡോബി CEO ശന്തനു നാരായണൻ, IBM ചെയർമാൻ അരവിന്ദ് കൃഷ്ണ, യൂട്യൂബ് CEO നീൽ മോഹൻ. ആഗോള കമ്പനികളെ നയിക്കുന്ന ഈ അതിപ്രശസ്തരായ ഇന്ത്യക്കാരുടെ ശ്രേണിയിലേക്കാണ് ആ പഴയ ഡെലിവറി ബോയിയുടെ എൻട്രി. കുനാലിൻ്റെ ഈ ഉയർച്ചയും യാദൃച്ഛികമല്ല. ക്രെഡിൻ്റെ സവിശേഷതയും സാധ്യതകളും തിരിച്ചറിഞ്ഞ മാർക്ക് സക്കർബർഗിൻ്റെ മെറ്റ 2026 ജൂണിൽ $900 മില്യൺ, അഥവാ ഏകദേശം 8,500 കോടി രൂപയുടെ നിക്ഷേപവും നടത്തി. ക്രെഡിൻ്റെ 20% ഓഹരികളാണ് മെറ്റയ്ക്ക് സ്വന്തമായത്. കുനാൽ ഷാ ക്രെഡിൻ്റെ തലപ്പത്ത് തുടരുമെങ്കിലും വാട്സാപ്പിൻ്റെ ആഗോള വളർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം. ഈ യാത്രയിൽ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: കുനാൽ ഷാ ഒരിക്കലും തൻ്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഉയർന്ന ഡിഗ്രികൾ ഇല്ലാത്തതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല. ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നതിൽ ലജ്ജിച്ചിട്ടില്ല. ഓരോ അനുഭവത്തെയും അദ്ദേഹം ഒരു ക്ലാസ് റൂമായി കണ്ടെന്നതാണ് വാസ്തവം.
ഓരോ പരാജയത്തെയും അടുത്ത വിജയത്തിനുള്ള പരിശീലനമായും കണ്ടു. എവിടെ നിന്ന് തുടങ്ങുന്നു എന്നത് പ്രസക്തമല്ല എന്നതാണ് കുനാൽ നൽകുന്ന സന്ദേശം. നിങ്ങൾ എവിടേക്ക് പോകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനം.